100 വർഷങ്ങൾക്ക് മുൻപേ അക്കേരി ഹൗസ് പൂട്ടിയിട്ടതാണ്. പിന്നീട് അത് തുറക്കാനായി രണ്ടുപേർ അങ്ങ് ഇറ്റലിയിൽ നിന്ന് കടന്നു വരുന്നു, ഡേവിഡ് ആൻഡ് ജെനി. വ്യത്യസ്ത കാര്യങ്ങളിൽ താല്പര്യമുള്ള ഇവർ പ്രേതങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഒരുപാട് താല്പര്യപ്പെടുന്നു. ചുറ്റുമുള്ള നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞ് അവർ അക്കേരി ഹൗസിലേക്ക് യാത്ര പുറപ്പെട്ടു. അക്കേരി ഹൗസിനോട് അടുക്കുന്തോറും ജെനിയുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം പുറപ്പെട്ടു തുടങ്ങി. എന്തുകൊണ്ടോ ഇത്തരം കാര്യങ്ങൾ താല്പര്യരായിരുന്ന ജെനിയെ ഭയം പുറപ്പെട്ടതിനെ തുടർന്ന് ഡേവിഡ് അവളോട് സംശയം ഉന്നയിച്ചു. എങ്കിലും അവർ മുന്നോട്ട് തന്നെ നീങ്ങി. അക്കേരി ഹൗസിന്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചു. അതിഭീകരമായ കാഴ്ചകളൊന്നും അവർക്കപ്പോൾ കാണാൻ സാധിച്ചില്ല. സാധാ ഒരു പൂട്ടിയിട്ട ഭവനം, അതിനുള്ളിൽ ഒരുപാട് നാള് തുറക്കാതിരുന്നതിനെ തുടർന്നുണ്ടായ ചില മാറ്റങ്ങൾ. പെട്ടെന്ന് ഡേവിഡിന് ആരുടെയോ സാമീപ്യം അനുഭവപ്പെട്ടു. എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയതിനെ തുടർന്ന് ആരെയും കാണാൻ സാധിച്ചില്ല. അവർ കോണിപ്പടി കയറി മുകളിലേക്ക് പോവാൻ തീരുമാനിച്ചു. ജെനിയും അവനെ പിന്തുടർന്നു. ജെനിയുടെ ഉള്ളിൽ എന്തോ ഭയം ഇരട്ടിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവൾ ഡേവിഡിനെ അതറിയിച്ചില്ല. കോണിപ്പടിയുടെ വാതിൽ അടഞ്ഞു കിടന്നതിനെ തുടർന്ന് ജെനിയും ഡേവിഡും താഴേക്കിറങ്ങി. അപ്പോഴതാ കോണിപ്പടിയുടെ അരികിൽ ഡേവിഡിന്റെ മുഖത്തോട് സാമ്യമുള്ള മറ്റൊരു വ്യക്തി. അവർ അവനോട് പേര് ചോദിച്ചു. ജോൺ ഫെർണാണ്ടസ് എന്നവൻ മറുപടിയും നൽകി. നിങ്ങൾ എന്തിന് ഇവിടേക്ക് കടന്നു വന്നു എന്ന് ജെനി അവരോട് ചോദിച്ചു. ജോൺ ഉത്തരം നൽകി. നിങ്ങൾ എന്തിനിവിടെ വന്നു, അത് തന്നെയാണ് എന്റെയും ഉദ്ദേശം. ജോണിന്റെ മറുപടിയിൽ ജെനി ഒട്ടും തൃപ്തിയായിരുന്നില്ല. എങ്കിൽ കൂടിയും ഡേവിഡ് പറഞ്ഞു, നമ്മുടെ സാർ അനൗൺസ് ചെയ്തതുപോലെ നമ്മുടെ കൂടെ ഒരു കൂട്ടാളി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ചിലപ്പോൾ ഇവനാണെങ്കിലോ? അവർ ജോണിനെയും കൂട്ടത്തിൽ കൂട്ടാൻ തീരുമാനിച്ചു. കാരണം ഏറെക്കുറെ ജോണിന്റെ വാദങ്ങൾ ഇവരോട് സാമ്യമുള്ളവയായിരുന്നു. സമയം വൈകിയതിനാൽ അവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. ഡേവിഡ് ഏകദേശം തളർന്നിരുന്നു. അവൻ ജെനിയുടെ അരികിൽ കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് കിടക്കയെടുത്ത് കിടന്നു. ജെനി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജോണിനെന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. നാലാമതൊരാൾ അവർക്കരികിലുള്ളതായി അവന് തോന്നി. പക്ഷേ അതിനൊരു സാധ്യതയും കാണാത്തതിനാൽ അവൻ അവന്റെ ചിന്തകളെ ഉപേക്ഷിച്ചു.